മുഖ്യമന്ത്രിയും കുടുംബവും അഴിക്കുള്ളിലാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഡി അന്വേഷണത്തിന് പിന്നാലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കടുപ്പിക്കുമ്പോൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് പറയുകയാണ്, കേന്ദ്രത്തോട് പോടാ എന്ന് പറയാൻ കരുത്തുള്ളവരാണ് ഇടതുപക്ഷമെന്ന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തങ്ങൾക്ക് പേടിയില്ലെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയനെതിരായ ED കേസിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. കേന്ദ്ര സർക്കാർ എന്താ എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ കരുത്തുള്ളവരാണ് പാർലമെന്റിൽ എത്തേണ്ടത്. ഇടതുപക്ഷമാണ് ആ കരുത്ത്. ഇപ്പോൾ ചില UDF നേതാക്കൾ നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷവും നേരത്തെ MPമാരാണ്. കുറ്റം തെളിയിക്കുന്ന കാര്യത്തിൽ ED ലോകത്ത് ഏറ്റവും പുറകിലുള്ള ഏജൻസിയാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏതായാലും മാസപ്പടി വിഷയത്തിൽ CPM വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ബോർഡിൽ കറ പുരളാതെ തലയുയർത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് CPM രംഗത്ത് വരുമ്പോഴാണ് മാസപ്പടിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇതോടെ CPM ചോദ്യമുനമ്പിലായിരിക്കുന്നത്. വലിയ കമ്പനികളെ ഭീഷണിപ്പെടുത്തി പണം സംഭാവനയായി വാങ്ങിയെന്നതാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്കെതിരായ ആരോപണമെങ്കിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് നൽകാത്ത സേവനത്തിന് പണം വാങ്ങിയെന്നതാണ് എക്സാലോജിക് ഇടപാടുകളെ പ്രതിക്കൂട്ടിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ BJPയും കോൺഗ്രസിനെയും അടക്കം CPM കടന്നാക്രമിക്കുമ്പോഴാണ് മാസപ്പടി വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. ഏതായാലും മാസപ്പടി കേസിലെ തുടർ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ED. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് അടക്കം കമ്പനികൾക്ക് അടുത്തയാഴ്ച തന്നെ നോട്ടീസ് അയക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ED അന്വേഷണം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എതിരാളികളുടെ പ്രധാന ആയുധമായതിന്റെ ആശയക്കുഴപ്പത്തിലാണ് CPM.